എന്താണ് എല്ലാരും കൂടി ഒരു ചർച്ച? എന്താ രാധമ്മേ, എന്താ കാര്യം? രുക്മിണി, അത് അയ്യോ, ഇതെന്ത് പറ്റി? രാജന്റെ മുഖത്തൊരു വാട്ടം, ആകെ ഒരു ക്ഷീണാണല്ലോ. എന്തു പറ്റി രാജു? ഏയ് ഒന്നുമില്ല. ഋതികയുടെ വിവാഹത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും മോനെയാണല്ലോ വർമ്മ സാർ ഏൽപ്പിച്ചിരിക്കുന്നത്. രമ്യ പറഞ്ഞു. എന്നാലും മോന്റെ മനസ്സ് ആന്റി സമ്മതിച്ചു കേട്ടോ. വർമ്മ സാറിനോടുള്ള നന്ദി കാണിക്കാൻ വേണ്ടി വർമ്മ സാറിന്റെ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി കുറെ കാലത്തേക്ക് ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കാന്നൊക്കെ പറഞ്ഞ എന്തൊരു തങ്കപ്പെട്ട മനസ്സാ മോന്റേത്. ഇങ്ങനൊരു മോനെ കിട്ടിയ രാധമ്മയും വേണുചേട്ടനും എത്ര വലിയ ഭാഗ്യം ചെയ്തവരാ. എല്ലാരും ഉണ്ടല്ലോ. എന്താ രുക്മിണിയമ്മേ പതിവില്ല എവിടേക്ക്? അതും വളരെ സന്തോഷത്തില്. ജയൻ ഋതികയുടെ കല്യാണം കൂടാൻ വന്നതായിരിക്കും അല്ലേ? ആ അതെ. പുതിയ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു മോനെ? ഓ, ഭഗവാന്റെ കൃപ കൊണ്ട് നന്നായി പോകുന്നുണ്ട്. ദേ, കാശിന് എന്തെങ്കിലും ആവശ്യം വന്നാ രുക്മിണി ആന്റിയോട് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മള് ബന്ധുക്കളല്ലേ ജയമോനെ? ഏത് വകയില്? അതെന്താ വേണോട്ട് അങ്ങനെ ചോദിച്ചേ? എന്റെ അനിയനെയല്ലേ ഇവിടുത്തെ ശ്രീലക്ഷ്മി വിവാഹം കഴിച്ചേ. അപ്പോ നമ്മള് ബന്ധുക്കളല്ലേ വേണമെങ്കിലേ. എന്നിട്ട് അവരെവിടെ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? വഴക്ക് പറഞ്ഞാ അവരെ ഇറക്കി വിട്ടില്ലേ? വഴക്ക് പറയും, ഇനിയും വഴക്ക് പറയും. അതെന്തിനാ? അവർക്ക് ജീവിക്കാനുള്ള വാശിയുണ്ടാവാൻ. വാശിയോടെ ജീവിച്ചാൽ അവർക്ക് ഉയർച്ച ഉണ്ടാവുമെന്ന് ഓർത്തല്ലേ ഞാൻ അവരെ വഴക്ക് പറഞ്ഞേ. അല്ലാതെ എനിക്ക് എന്റെ മകനോടും അവന്റെ പെണ്ണിനോടും അവരുടെ വീട്ടുകാരോടും വെറുപ്പാണെന്നാണോ നിങ്ങൾ കരുതുന്നേ? പുറമേ നിന്ന് നോക്കിയ കരിങ്കല്ലാണെന്ന് തോന്നിയാലും ഈ രുക്മിണിയുടെ മനസ്സ് കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലെയാ, അറിയാവോ?